നമസ്കാരം. ഞങ്ങൾ ദ തിങ്ക് ടാങ്കേഴ്സ്. കിടപ്പിലായ ഒരാളെ പരിചരിക്കുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? എപ്പോഴാണ് അവർ എഴുന്നേറ്റ് വീഴുക എന്നുള്ള ചിന്തയിൽ പരിചാരകർക്ക് ഒട്ടും ഉറക്കം ലഭിക്കാറില്ല. അതിനുവേണ്ടി ഞങ്ങൾ കണ്ടെത്തിയത് സ്മാർട്ട് ബെഡ് എന്നതാണ്. രാത്രി, പ്രത്യേകിച്ച് ഗാഢമായ ഉറക്കത്തിൽ രോഗി എഴുന്നേൽക്കുകയോ കട്ടിലിൻ്റെ അരികിലേക്ക് നീങ്ങുകയോ ചെയ്താൽ അത് വീഴ്ചയ്ക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമാകും. ഈ അവസ്ഥയിൽ പരിചാരകർക്ക് ശാന്തമായ ഉറക്കത്തിനും രോഗിക്ക് 100% സുരക്ഷയ്ക്കും വഴിയില്ലേ ഉണ്ട്. ഈ ഗാഡ്ജറ്റ് രോഗിയുടെ കട്ടിലിൽ സ്ഥാപിച്ചിട്ടുള്ള IR സെൻസർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സെൻസർ രോഗിയുടെ ചലനങ്ങൾ തത്സമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. രോഗി എഴുന്നേൽക്കുമ്പോൾ IR സെൻസർ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യുകയും കൂടെ ഘടിപ്പിച്ച LED ലൈറ്റ് കത്തുകയും ബസറിൽ ബീപ്പ് സൗണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ പരിചാരകന് സ്ഥലത്തെത്താനും രോഗിയെ വീഴുന്നതിൽ നിന്ന് സംരക്ഷിക്കാനും സാധിക്കും. ഇത് രോഗിക്കും പരിചാരകനും സമ്പൂർണ്ണ സുരക്ഷിതത്വവും ശാന്തമായ ഉറക്കവും കൊടുക്കുന്നു. ഇതുപോലുള്ള പല അവസ്ഥകളുമുള്ള വീടുകളിൽ ഞങ്ങൾ സന്ദർശിച്ചിരുന്നു. അവിടെയുള്ള വീട്ടുകാർക്ക് പറയാനുള്ളതും കൂടി നമുക്ക് കേൾക്കാം. ഞാൻ കുറ്റിത്തറ സ്വദേശിയാണ്. എൻ്റെ പേര് മൂസാൻ പൂളക്കുണ്ടൻ എന്നാണ്. എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ജ്യേഷ്ഠനായിരുന്നു. ആ ജ്യേഷ്ഠൻ ജന്മന അത് അപസ്മാര രോഗിയും ശരിയായ ബുദ്ധിയും ഇല്ലാത്ത ഒരാളായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ ചില കിടപ്പ് രോഗിയാണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ പെട്ടെന്ന് നീറ്റ് പോകുന്ന ഒരു സ്വഭാവമായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പയുടെ സഹോദരൻ, അദ്ദേഹം ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ മുകളിൽ അദ്ദേഹം രോഗിയായി. എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു രോഗി തന്നെയായിരുന്നു അദ്ദേഹം. കിടപ്പിലായിരുന്നെങ്കിലും നമ്മൾ അറിയാതെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല സമയങ്ങളിലല്ല, രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ ഉറങ്ങിയതിന് ശേഷം അദ്ദേഹം എഴുന്നേൽക്കുന്നത് നമ്മൾ അറിയാതെ വരികയും അതുമൂലം തന്നെ ചില സമയങ്ങളിലൊക്കെ ചില അപകടങ്ങളും പരിക്കുകളൊക്കെ സംഭവിച്ചിട്ടും ഉണ്ട്. രോഗി എണീക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ബസറിൽ നിന്ന് അലാറം അടിക്കുകയും റൂമിൽ ലൈറ്റ് കത്തുകയും ചെയ്യുന്നു. ഇത് IR സെൻസർ മൊഡ്യൂൾ, ഇത് LED ലൈറ്റ്, ഇത് ബസർ, ആർഡിനോ യൂണോ. അതിലേക്ക് കണക്ട് ചെയ്യാനായി ബ്രെഡ് ബോർഡും 9 വോൾട്ട് ബാറ്ററിയും ഉപയോഗിച്ചു. ഇതിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിക്ടോബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയർ ആണ്. ഞങ്ങളുടെ സ്മാർട്ട് ബെഡ് കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന രംഗത്തെ ഒരു വലിയ മാറ്റമാണ്. ഇത് വെറുമൊരു ഗാഡ്ജറ്റ് മാത്രമല്ല, പരിചരണത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഞങ്ങൾ 5 പേരും ചേർന്ന് ഈ പ്രോജക്റ്റ് വികസിപ്പിച്ചത് ഈ സാമൂഹിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ അവതരണം കണ്ടതിന് നന്ദി.